ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ ശക്തമായ ഒരു നീക്കം നടത്തുന്നു. ഇത് വിജയിച്ചാൽ അത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്ക് നിയന്ത്രിക്കാൻ നിർണായക നീക്കവുമായി പാർലമെന്ററി സമിതി. ആശുപത്രികളിലെ മുറി വാടക നിരക്കിൽ അടിയന്തരമായ നിയന്ത്രണം കൊണ്ടുവരാൻ പാർലമെന്ററി സമിതി തീരുമാനമെടുത്തു. ബില്ലിംഗിൽ സുതാര്യത വരുത്തണമെന്നാണ് ശുപാർശ. രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ചികിത്സാ നിരക്കുകൾ ആശുപത്രികൾ വ്യക്തമാക്കണം. ചില ആശുപത്രികൾ ചികിത്സയ്ക്ക് അമിത നിരക്കാണ് ഈടാക്കുന്നത് എന്ന് പാർലമെന്ററി സമിതിയുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ഇത് പലപ്പോഴും ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള വലിയ തർക്കത്തിന് വഴിവെക്കും. രോഗികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ വൈകാൻ ഇതിടവരുത്തും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ അതിവേഗ ഓംബുഡ്സ്മാൻ സംവിധാനം വേണമെന്നും ആരോഗ്യ കുടുംബകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ. രാജ്യത്തെ സ്വകാര്യ ആശുപത്രികൾ പല നിലയിലാണ് മുറിവാടക ഈടാക്കുന്നത്. ചില ആശുപത്രികൾ സാധാരണ ഒരു മുറിക്ക് 10,000 മുതൽ 12,000 വരെയൊക്കെ ചാർജ് ഈടാക്കും. ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലിനേക്കാൾ വലിയ ചാർജ്. ഒരേ മേഖലയിൽ ഒരേ തലത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ പോലും വ്യത്യസ്ത നിരക്കുകളിലാണ് ചാർജ് ഈടാക്കുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായ മാറ്റം കൊണ്ടുവരണമെന്ന് പാർലമെന്ററി സമിതി ശുപാർശ ചെയ്യുന്നു. സമീപത്തുള്ള 3 സ്റ്റാർ ഹോട്ടലുകളെക്കാൾ കൂടുതൽ മുറിവാടക ആശുപത്രികൾ ഈടാക്കാൻ പാടില്ല എന്ന് സമിതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ ആശുപത്രികളിൽ ഇത് അടിയന്തരമായി നടപ്പാക്കണം. രാജ്യത്തെ പല നഗരങ്ങളിലും ഹോട്ടൽ മുറികളെക്കാൾ കൂടുതൽ വാടക ഇത്തരം ആശുപത്രികൾ ഈടാക്കുന്നു. മുംബൈയിലെ ഒരു പ്രമുഖ ആശുപത്രി ഒരു സിംഗിൾ റൂമിന് വാങ്ങുന്നത് 6,000 മുതൽ 12,000 രൂപ വരെ.